ഹലോ, ഇന്ന് വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് ദാഹം മാറ്റാൻ വേണ്ടി മാത്രമല്ല, സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. ഇത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം. അപ്പോൾ ആദ്യം തന്നെ ഈ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് അനാറാണ്, പോമഗ്രാനേറ്റ്, റുമ്മാമ്പഴം എന്നൊക്കെ പറയും. അപ്പോൾ അത് ഒന്നാണ് ഞാൻ എടുത്തത്. ഇനി അതേപോലെ തന്നെ ഒരു ചെറിയ സൈസ് ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്തെടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നന്നായി അടിഞ്ഞ് കിട്ടണമെങ്കിൽ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കണം. അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നോർമൽ ജ്യൂസായിട്ട് കുടിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ മാത്രമേ നിങ്ങൾ പഞ്ചസാര ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഇത് നമ്മൾ സൗന്ദര്യവർദ്ധനത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇതിൽ പഞ്ചസാര യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ തണുപ്പിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു കപ്പോളം പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഗസ്റ്റിന് സെർവ് ചെയ്യാനും ഇഫ്താറിനും ഒക്കെ നല്ലതാണ്. പക്ഷേ നമ്മൾ സൗന്ദര്യവർദ്ധനത്തിന് യൂസ് ചെയ്യുമ്പോൾ പഞ്ചസാര യൂസ് ചെയ്യാണ്ട് വേണം നമ്മളിത് ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടിയിട്ട്. കാരണം പഞ്ചസാര സ്ഥിരമായിട്ട് യൂസ് ചെയ്താൽ അത് അറിയാമല്ലോ എത്രത്തോളം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും എന്നുള്ളത്. അപ്പോൾ ഇത് അടച്ചു വെച്ച് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഞാനിത് നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പയിലൂടെ അരിച്ചിട്ട് നമുക്ക് കുടിക്കാം. ഇനി അരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഹെൽത്തി. നമ്മൾ അരിച്ചാൽ അതിൻ്റെ ഫൈബേഴ്സ് എല്ലാം പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് അരിക്കാതെ കുടിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമ്മളിത് സ്ഥിരമായിട്ട് കുടിക്കുകയാണെങ്കിൽ നമ്മളെ സൗന്ദര്യം വർദ്ധിക്കാനും ശരീരവും മുഖവും ഒക്കെ നല്ല നിറം വരാനും സഹായിക്കുന്ന ഒരു നല്ലൊരു ഡ്രിങ്കാണിത്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് കുടിക്കുന്നവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചസാര അവോയ്ഡ് ചെയ്തിട്ട് ബാക്കിയെല്ലാം യൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്കിത് പാലിഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്കിത് വെള്ളത്തിലടിച്ചിട്ടും കുടിക്കാം. വെള്ളത്തിലടിച്ച് കുടിച്ചാലും സൗന്ദര്യവർദ്ധനത്തിന് വളരെ നല്ലതാണ്. ഇതിലുള്ള ക്യാരറ്റ് അതേപോലെ തന്നെ അനാർ, ഇത് രണ്ടും നമ്മളെ സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതുപോലെ തന്നെ മുന്നേ ഞാൻ 2-3 ജ്യൂസ് അതേപോലെ ഇട്ടിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് ചാനലിൽ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ അതുപോലെ തന്നെ നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ഡ്രിങ്കാണിത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, സൗന്ദര്യവർദ്ധനത്തിന് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഡ്രിങ്കും കൂടിയാണിത്. അതായത് നമ്മളിത് സ്ഥിരമായിട്ട് കുടിക്കുക എന്നാണെങ്കിൽ, അപ്പോൾ സ്ഥിരമായിട്ട് കുടിക്കുമ്പോൾ പഞ്ചസാര അവോയ്ഡ് ചെയ്യുക, അരിക്കുന്നത് അവോയ്ഡ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് പാൽ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളം യൂസ് ചെയ്യുക. പക്ഷേ ഇത് ഒരു ഗസ്റ്റിനെ സെർവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇഫ്താർ പാർട്ടിക്ക് സെർവ് ചെയ്യുമ്പോൾ ഇതേപോലെ അടിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റും ടേസ്റ്റി ആയിട്ട് ഉണ്ടാകുക. അപ്പോൾ അരിച്ചെടുത്ത ജ്യൂസ് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഇത് കുടിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവേതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.